ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. ഞാൻ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ആയിക്കോട്ടെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അന്ന് ആ സാറിന്റെ വീട്ടില് ഞാനും ആ സാറും മാത്രമേ ഉള്ളൂ. ഇവിടെ നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? മോളെ ഫീൽ ചെയ്ത് പാട്, മോളെ ഫീൽ ചെയ്ത് പാടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹാർമോണിയം വെച്ച് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവമേ ഇവിടുന്ന് നാശമാക്കും. ആളുടെ കൈ മുണ്ടിന്റെ ഇടയിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പക്ഷെ എന്താ ചെയ്യുന്നേന്നുള്ളത് എനിക്ക് താഴത്തോട്ട് നോക്കാൻ പേടിയാണ്. നോക്കിക്കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും അടുത്തത് സംഭവിക്കാന്ന് ഓർത്തിട്ടൊരു പേടി. ചെറുപ്രായമല്ലേ, അതൊക്കെ കാണും. ആള് മാസ്റ്റർബേഷൻ ചെയ്യുകയായിരുന്നു. കടച്ചിലല്ല, കൈപ്പണിയാ, കൈപ്പണി. ആളിങ്ങനെ ചെയ്യുന്നുണ്ട്. സംഭവം നമ്മൾ ഫ്രീസ് ആയി പോകും. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? എന്താ ചെയ്യേണ്ടത്, എന്താ ഒരടി കൊടുക്കണോ, ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ വേണ്ട. അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഇന്നാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചിലപ്പം ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം, ഞാൻ പോട്ടെ. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഒരുപാട് പെൺകുട്ടികൾക്ക് നേരിട്ടിട്ടുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. സൊസൈറ്റി ഒരു മയർന്നാണ്. വെറും